പൗരത്വ നിയമ ഭേദഗതി പോലുള്ള നിയമനിർമ്മാണത്തിലൂടെ ലക്ഷ്യമിടുന്ന സങ്കുചിത ചിന്താഗതികളെ ചെറുത്ത് തോൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഒരു മതേതര ജനാധിപത്യ സംവിധാനത്തിൽ മതാധിഷ്ഠിത വിഭാഗീയത സംജാതമാക്കുവാൻ നിഗൂഢമായി ലക്ഷ്യമിടുന്നത് ഇന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ ഭരണഘടന പോലെ ലോകത്തിലെ ഏത് പരിഷ്കൃത രാജ്യത്തിന്റെ ഭരണഘടനയും നമുക്ക് ഉറപ്പ് നൽകുന്നത് ഏതു ന്യൂനപക്ഷങ്ങൾക്കും ഭയമില്ലാതെ ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യങ്ങളാണ്. ഭയത്തോടുകൂടി ഒരു മനുഷ്യനെങ്കിലും, ഒരുപക്ഷെ ഒരു രാജ്യത്തിലെ ഏറ്റവും ദുർബലനായ ഒരു മനുഷ്യനെങ്കിലും ഭയപ്പെട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അത് ആ രാജ്യത്തിന്റെ മുഴുവൻ പരാജയമായിട്ട് കരുതുവാൻ നമുക്ക് സാധിക്കണം. നമസ്കാരം. ദുഃഖവെള്ളി സന്ദേശത്തിലാണ് ക്രൈസ്തവ സഭാ നേതൃത്വം കേന്ദ്ര സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിക്കുന്നത്. മണിപ്പൂർ പൌരത്വ ഭേദഗതി നിയമമടക്കമുള്ള വിഷയങ്ങളിലാണ് കേന്ദ്രത്തിനെതിരായ കടുത്ത വിമർശനം. പൌരത്വ ഭേദഗതി നിയമത്തിലൂടെ ലക്ഷ്യം വെക്കുന്ന സങ്കുചിത ചിന്തകൾ ചെറുത്തു തോൽപ്പിക്കണമെന്നും മതാധിഷ്ഠിത വിവേചനം നല്ലതല്ലെന്നും ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ പറയുമ്പോൾ, മണിപ്പൂരിലും ഉത്തരേന്ത്യയിലും ക്രൈസ്തവർ അതിക്രൂരമായ അതിക്രമം നേരിടുമ്പോൾ അധികൃതരിൽ നിന്ന് ഫലപ്രദമായ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല എന്നും വിമർശിക്കുന്നു. മതത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന ശക്തികളോട് ജാഗ്രത വേണമെന്നായിരുന്നു ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ തോമസ് തറയിലിന്റെ സന്ദേശം. ക്രൈസ്തവ സമൂഹത്തിന് അങ്ങനെയൊരാശങ്കയുള്ളതായി തോന്നിയിട്ടില്ലെന്ന് വി മുരളീധരൻ പറയുമ്പോൾ, മുസ്ലിം തീവ്രവാദികളാണ് ആശങ്ക പടർത്തുന്നതെന്നായിരുന്നു കെ സുരേന്ദ്രന്റെ ഈ വിഷയത്തോടുള്ള പ്രതികരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കിയിരിക്കെ സഭാ നേതൃത്വം ഉയർത്തുന്ന വിമർശനത്തിന്റെ ഗൌരവം എത്രമാത്രമാണ്? സഭയുടെ ആശങ്ക വോട്ട് മറിക്കുമോ? പരിശോധിക്കാം. സ്വാഗതം. ചർച്ചയിൽ നമുക്കൊപ്പം ചേരുന്നത് ഫാദർ ആന്റണി വടക്കേക്കര, സിറോ മലബാർ സഭാ വക്താവാണ്. അദ്ദേഹം CPM-നെ പ്രതിനിധീകരിച്ച് PM ആർഷോ, P കൃഷ്ണദാസ് BJP-യെ പ്രതിനിധീകരിച്ച്, ശ്രീ വസന്ത് തെങ്ങമ്പള്ളി കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് എന്നിവർ. ആദ്യം ഫാദർ അല്പസമയത്തിനകം നമുക്കൊപ്പം ചർച്ചയിൽ ചേരും. ആദ്യം ശ്രീ P കൃഷ്ണദാസ്, സഭാ നേതൃത്വം ഉയർത്തുന്ന വിമർശനങ്ങൾ ഒരു പീഡാനുഭവ സ്മരണ പുതുക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നവർ. ദുഃഖവെള്ളിയാഴ്ച സന്ദേശത്തിലാണ് ഇത്തരം ഒരു പരാമർശങ്ങൾ സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിരൂക്ഷമായ വിമർശനം കേന്ദ്രത്തിനെതിരെ വരുമ്പോൾ താങ്കൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ഏതെങ്കിലും ഒരു ഗവൺമെന്റിനെ പ്രത്യേകമായി എടുത്തു കാണുന്നില്ല. പ്രത്യേകമായി അവർ പറയുന്നത് ഒരു സമൂഹത്തിനും അപകടകരമാകുന്ന തരത്തിലൊരു പ്രവർത്തനവും സർക്കാരുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല. എല്ലാ സമൂഹത്തിലെയും വിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവിക്കാനും പ്രവർത്തിക്കാനുമുള്ള സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടാകണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ പ്രസ്താവനകൾ നടക്കുന്നത് കേരളത്തിലാണ് എന്നുള്ളതാണ് അതിന്റെ സവിശേഷത. എന്താണ് കേരളത്തിന്റെ പ്രത്യേകത? കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കേരളത്തിൽ ജോസഫ് മാഷുടെ കൈവെട്ടുന്ന സാഹചര്യമുണ്ടായി. എന്തിന്റെ പേരിലായിരുന്നു ജോസഫ് മാഷുടെ കൈവെട്ടിയത്? ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ചോദ്യം ഇട്ടതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ ക്രൂരമായിട്ടുള്ള ആക്രമണം നടന്നു. കേരളത്തിൽ പാലാ ബിഷപ്പിനെതിരെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ഉയർത്തിവിട്ടത് ഒരു വിഭാഗം ആളുകൾ? അതിൽ എന്തെങ്കിലും നടപടി ഈ ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായോ? കേരളത്തിൽ ഈ തരത്തിൽ നിരവധി ഘട്ടങ്ങളിൽ ക്രൈസ്തവ സമൂഹത്തിനെതിരെയും അതുപോലെ തന്നെ കേരളത്തിലെ ഹിന്ദു സമൂഹത്തിനെതിരെയും ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളും അക്രമങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ചില മത തീവ്രവാദ സംഘടനകളുടെ ഭാഗത്തു നിന്നും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിന്റെ സാഹചര്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പിതാക്കന്മാർ ഈ വിഷയങ്ങൾ ഉയർത്തിയിട്ടുള്ളത്. ശ്രീ കൃഷ്ണദാസ്, താങ്കൾ പ്രാഥമികമായ കാര്യങ്ങൾ വിശദീകരിക്കുകയാണെങ്കിൽ പോലും മണിപ്പൂരും പൗരത്വ ഭേദഗതി നിയമവും നേരിട്ട് പരാമർശിച്ച് നടത്തിയ പരാമർശങ്ങളാണ്, പ്രസംഗമാണ് നമുക്ക് മുന്നിലുള്ളത്. അത് താങ്കളും കേട്ടിരിക്കും. ഞാൻ ഒന്നുകൂടി ഒന്ന് സൂചിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. ഞാൻ എന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വശം കൂടി സൂചിപ്പിച്ചതിലേക്ക് അതിനകത്തേക്ക് വരാം എന്നുള്ളത് കൊണ്ടാണത്. ഞാൻ മനഃപൂർവ്വം വിട്ടുപോയതല്ല, ഞാൻ അതിനകത്തേക്ക് തന്നെയാണ് വരുന്നത്. പൗരത്വ ഭേദഗതി നിയമത്തെ കുറിച്ചാണ് താങ്കളുടെ ഒരു ചോദ്യം. അതിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടാണോ അതുള്ളത്? അതിൽ ക്രിസ്തീയ വിഭാഗമുണ്ടല്ലോ, അതിൽ മറ്റു വിഭാഗങ്ങളുണ്ടല്ലോ, 6 വിഭാഗങ്ങളുണ്ടല്ലോ. അത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള മതവിവേചനത്തിന്റെ ഭാഗമായി ആ രാജ്യത്ത് നിന്ന് നടപടി നേരിട്ടോ അതല്ലാതെയോ അവിടെ നിൽക്കാൻ കഴിയാതെ ഈ രാജ്യത്തേക്ക് വരുന്ന ആളുകൾക്ക് അഭയം കൊടുക്കണമെന്നും സംരക്ഷണം കൊടുക്കണമെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള നിയമമാണ്.
അത് നമ്മുടെ രാജ്യത്ത് നടപ്പാക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു നിയമമാണ്. ഈ നിയമത്തെ നടപ്പാക്കണം, അല്ലെങ്കിൽ ഈ സംവിധാനം നടപ്പാക്കണമെന്ന് നേരത്തെ കോൺഗ്രസുകാരും ഇടതുപക്ഷവും എല്ലാം പാർലമെന്റിൽ പല ഘട്ടങ്ങളിലായി ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. ഇപ്പൊ അതിനെ സംബന്ധിച്ച് ഒരു പ്രത്യേകമായിട്ടുള്ള ചർച്ച ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട പിതാക്കന്മാർ പി കൃഷ്ണദാസ്, ഞാൻ അങ്ങനെ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിലേക്ക് താങ്കളെ ക്ഷണിക്കുകയായിരുന്നില്ല. ഈ പുരോഹിതർ തന്നെ സംസാരിച്ചത് മണിപ്പൂരും ഒപ്പം തന്നെ പൗരത്വ ഭേദഗതി വിഷയവും ചൂണ്ടിക്കാട്ടിയാണ് എന്നത് ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക മാത്രമാണ് ചെയ്തത്. താങ്കൾ കേരളത്തിന്റെ സാഹചര്യത്തിലാണ് ഈ പരാമർശങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതുകൊണ്ടാണ് രണ്ട് വിഷയങ്ങൾ അവർ ചൂണ്ടിക്കാണിച്ചു. ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് മറ്റു രണ്ട് വിഷയങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ. അവർ രാജ്യത്ത് നടക്കുന്ന ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ കേരളത്തിന്റെ വിഷയം കൂടി ചർച്ചയാവണമല്ലോ സ്വാഭാവികമായും. പിന്നെ മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട് മണിപ്പൂർ വിഷയത്തിൽ എത്രയോ കാലങ്ങളായി വംശീയമായിട്ടുള്ള തർക്കങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 1980കളുടെ കാലഘട്ടത്തിലും 80കളുടെ തുടക്കം മുതൽ അവസാനം വരെ നിരന്തരമായി പ്രശ്നങ്ങൾ നടന്നിട്ടുള്ള സംസ്ഥാനമാണ് മണിപ്പൂർ. ആ മണിപ്പൂരിൽ വംശീയ കലാപങ്ങൾ പലപ്പോഴായി നടന്നിട്ടുണ്ട്. എത്രയോ വംശീയ കലാപങ്ങൾ നടന്നിരിക്കുന്നു. 150-160 ആളുകൾ മരണപ്പെടുന്ന സാഹചര്യം നേരത്തെ മണിപ്പൂരിൽ കോൺഗ്രസുകാരുടെ ഭരണ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെ അക്രമങ്ങൾ നിരന്തരമായി നടന്നിട്ടുള്ള സമയങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾക്ക് ഇപ്പോൾ വിശേഷമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കുക. അരുണാചൽ പ്രദേശിൽ മണിപ്പൂരിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ മണിപ്പൂരിന്റെ വിഷയങ്ങൾക്ക് ശേഷം നടന്നിട്ടുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപ്രീതി ഏതെങ്കിലും വിഭാഗത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായോ? ക്രിസ്തീയ വിഭാഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായോ? അതിനുശേഷം നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് വിജയം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായില്ലേ? ഇനി മറ്റൊരു വിഷയം എടുക്കുക. ഇപ്പൊ നമ്മൾ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മണിപ്പൂരിൽ കോൺഗ്രസ് ഇന്നെടുത്തിട്ടുള്ള ഏറ്റവും വലിയൊരു നിലപാടെന്താ? കോൺഗ്രസിന്റെ PCC അധ്യക്ഷനെതിരായി നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അരുണാചൽ പ്രദേശ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് BJPക്കെതിരെ മത്സരിക്കാൻ സ്ഥാനാർത്ഥികളിലായി എന്ന് വന്നിരിക്കുന്ന ഒരു സാഹചര്യം കോൺഗ്രസ് നേരിടുന്നു. എന്ന് പറഞ്ഞാൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഒട്ടാകെ എടുത്താൽ മണിപ്പൂരിന്റെ വിഷയം ഉയർത്തിക്കൊണ്ട് രാജ്യത്ത് മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴും പ്രത്യേകമായി ചില വിഷയങ്ങൾ നിലനിൽക്കുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, ഏറെക്കാലമായ വിഷയങ്ങൾ നമ്മുടെ രാജ്യത്ത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. ആസാമുമായി ബന്ധപ്പെട്ടുണ്ട്, മിസോറാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്, അരുണാചൽ പ്രദേശുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്, സിക്കിമുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. ഈ വിഷയങ്ങളെല്ലാം നിലനിൽക്കുന്ന പ്രത്യേകിച്ച് ചൈനയുടെ അതിർത്തി പ്രദേശങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള പ്രദേശം. ആ പ്രദേശത്ത് BJPക്ക് ഉണ്ടായിട്ടുള്ള ജനസ്വീകാര്യത എത്രയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതല്ലേ. ആ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ BJP ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് തിരിഞ്ഞു നോക്കാൻ കഴിയാതിരുന്ന സംസ്ഥാനങ്ങളെല്ലാം ഇന്ന് BJP ഭരിക്കുന്ന സാഹചര്യമല്ലേ ഉള്ളത്. ആ സംസ്ഥാനങ്ങളെല്ലാം ഏതെങ്കിലും മതവിഭാഗം പ്രത്യേകിച്ച് ശ്രീ പി കൃഷ്ണദാസ്, അവിടെ നിങ്ങൾക്ക് വേരോട്ടമുണ്ടാകുന്നു, അവിടെ നിങ്ങൾക്ക് സംസ്ഥാനങ്ങൾ ഭരിക്കാനാകുന്നു. ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് മണിപ്പൂരിലും ഉത്തരേന്ത്യയിലും ക്രൈസ്തവർക്കെതിരെ അതിക്രൂരമായ മർദ്ദനങ്ങൾ അധികാര ശക്തികളിൽ നിന്ന് നേരിടേണ്ടി വരുന്നു എന്ന വ്യക്തമായ വിമർശനം ഇക്കാര്യത്തിൽ അവർ പറഞ്ഞു വെക്കുന്നത് വെറുതെ പറയുക മാത്രമല്ല. 2014 ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങളുടെ കണക്ക് അത് 2028 23 24 എത്തുമ്പോൾ എങ്ങനെ അത് ഗ്രാജുവലായി ഉയരുന്നു, ആ കണക്ക് സഹിതമാണ് അവർ സംസാരിക്കുന്നത്. അവരെ വിശ്വസിക്കുന്ന സമൂഹത്തോട് നൽകുന്ന സന്ദേശത്തിൽ ഉൾക്കൊള്ളിക്കുന്നത്. രേണു, അതുകൊണ്ടാണ് അതിന്റെ തുടക്കത്തിൽ തന്നെ മറ്റൊരു വസ്തുത കൂടി സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിച്ചത്. BJP ഭരണത്തിൽ നടക്കുന്ന സമയത്ത് കേന്ദ്രത്തിലാണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഗോവയിൽ BJP ഏത് വിഭാഗവുമായി ചേർന്നുകൊണ്ടാണ് ഭരണം നടത്തുന്നത്? മിസോറാമിലും അരുണാചൽ പ്രദേശ് അടക്കമുള്ള അതാണ് ഞാൻ വീണ്ടും ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു വിഷയം നിങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതൊന്നുമല്ലാത്ത എത്രയോ സ്ഥലങ്ങളിൽ BJPക്ക് അനുകൂലമായി ക്രൈസ്തവ വിഭാഗം, ഇന്ന് നിങ്ങൾ വിമർശനം ഉയർത്തി എന്ന് പറയുന്ന ക്രൈസ്തവ വിഭാഗവുമായി ചേർന്നുകൊണ്ട് അവരുടെ MLA-മാരും അവരുടെ മന്ത്രിസഭയും ഉൾപ്പെടുന്ന ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് BJP ഭരണം നടത്തുകയാണ്. കേരളത്തിന്റെ സാഹചര്യം നമുക്കൊന്ന് എടുക്കാം. നമ്മൾ കേരളത്തിലാണല്ലോ ചർച്ച ചെയ്യുന്നത്. കേരളത്തിൽ ഈ വിഭാഗങ്ങൾക്ക് ഇടതുപക്ഷ ഗവൺമെന്റിൽ നിന്നോ UDF-ൽ നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിഗണന അവർക്ക് കിട്ടുന്ന സാഹചര്യം ഉണ്ടോ? കേരള കോൺഗ്രസ്സുകാർക്ക് 2 MLA-മാരുണ്ട്, 4 മന്ത്രിമാരൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു എന്നെല്ലാം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അവർക്ക് ഏത് പരിഗണനയാണ് കേരളത്തിൽ കിട്ടിയിട്ടുള്ളത്? എക്കാലത്തും ആ സമൂഹത്തിനെതിരായി അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിഷേധാത്മക നിലപാട് സ്വീകരിച്ചിരുന്ന സമൂഹമല്ലേ ഭരണകൂടങ്ങളിൽ ഇവിടെ ഉള്ളത്. അതാണ് ഞാൻ 2 ഉദാഹരണങ്ങൾ മാത്രം തുടക്കത്തിൽ ചൂണ്ടിക്കാണിച്ചത്. പ്രൊഫസർ ജോസഫ് മാഷിന്റെ കൈവെട്ടുന്ന സാഹചര്യം. അതിന്റെ ക്രൈസ്തവ സമൂഹം കേരളത്തിൽ ഒരു സമയത്ത് ഉയർത്തിയ ഏറ്റവും വലിയ ആരോപണം എന്തായിരുന്നു? ഇവിടെ തീവ്രവാദ ഭീകരവാദ സംഘടനകൾ അവർ കേരളത്തിലെ നിരവധി പെൺകുട്ടികളെ മറ്റു രാജ്യങ്ങളിലേക്ക് കടത്തിക്കൊണ്ടു പോകുന്നു, അതിന്റെ പിന്നിൽ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവർ കേരളത്തിൽ എത്രയോ ചർച്ചകൾ ഉയർത്താൻ വേണ്ടി ശ്രമിച്ചു. അപ്പൊ ആ സമയത്ത് അതിനൊന്നും ചെവി കൊടുക്കാതിരുന്ന ആളുകൾ, അതിനെ നിരന്തരമായി വിമർശിച്ചിരുന്ന ആളുകൾ അവർക്ക് എന്ത് പ്രതിവിധിയാണെന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത് ഇപ്പോഴും
ആശങ്കകളും അവൾ പങ്കുവെക്കുന്നതിന് പലപ്പോഴായി ഇനി കേരളത്തിലെ മലയോര മേഖലകളിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്കെതിരെ സഭ എത്രയോ കാലഘട്ടങ്ങളിൽ ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായി കോൺഗ്രസ് ഗവൺമെന്റിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പൊ രാഷ്ട്രീയപരമായി ഏതെങ്കിലും ഒരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളതല്ല BJPയുടെ നിലപാട്. ഈ രാജ്യത്തിന്റെ സ്വതന്ത്രമായിട്ടുള്ള ഇടപെടലുകൾ, രാജ്യത്തിന്റെ സമാധാനപരമായിട്ടുള്ള എല്ലാ പ്രദേശത്തെയും ആളുകളുടെ ജീവിതം, അതിനെ കാണുമ്പോൾ പൗരത്വ നിയമ ഭേദഗതിയെ സംബന്ധിച്ചാണെങ്കിലും ഇനി അതല്ല മറ്റ് വിഷയങ്ങളിൽ BJP ഗവൺമെന്റ് ഇടപെടുന്ന കാര്യത്തിലാണെങ്കിലും, അതാ ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചത്, മിസോറാമിൽ നമ്മളിപ്പോൾ മണിപ്പൂരിൽ നമ്മൾ ഇപ്പോൾ പറയുന്ന വിഷയങ്ങളെക്കാൾ വലിയ വിഷയങ്ങൾ നടന്ന കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ വിസ്മരിച്ചുകൊണ്ട്, അതിനെ തൃണവൽക്കരിച്ചുകൊണ്ട് നമുക്ക് ഇപ്പോഴത്തെ വിഷയം എടുത്ത് ചർച്ച ചെയ്യുന്നതിൽ തെറ്റുണ്ടോ എന്ന് ഞാൻ പറയില്ല, തെറ്റൊന്നുമില്ല. അത് പരിശോധിക്കപ്പെടുകയും തിരുത്തപ്പെടുകയും ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഒരു വിഷയം മാത്രം ഉയർത്തി BJP എന്ന് പറയുന്ന പാർട്ടിക്കെതിരെ, കേന്ദ്ര ഗവൺമെന്റിനെതിരെ ഏതെങ്കിലും ഒരു നിലപാട് സ്വീകരിക്കുക എന്നൊരു നയം നേരത്തെയും ഒരു സഭയും എടുത്തിട്ടില്ല, ഇപ്പോഴും ഒരു സഭയും എടുക്കുന്നില്ല. അവർ പൊതുവായി സമൂഹത്തിലുള്ള ചില വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അതിൽ ഇടതുപക്ഷ ഗവൺമെന്റുണ്ട്, ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെ അവർ ഉയർത്തിയിട്ടുള്ള വിമർശനങ്ങളുണ്ട്, കോൺഗ്രസിനെതിരെ അവർ ഉയർത്തിയിട്ടുള്ള വിമർശനങ്ങളുണ്ട്, കോൺഗ്രസുകാർക്ക് വിശ്വാസമില്ലാത്ത സാഹചര്യങ്ങളുണ്ട്. അപ്പൊ ആ സാഹചര്യങ്ങളെ എല്ലാം ഈ വിഷയത്തിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് കാണണം എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ള ഈ വിഷയത്തിൽ. തീർച്ചയായും താങ്കൾ ഇവിടെ 2 തവണ അത് വിശദീകരിക്കുമ്പോഴും ജോസഫ് മാഷിന്റെ കൈവെട്ടിയ നിർഭാഗ്യകരമായ സംഭവം ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റ് വിഷയങ്ങളും, ലവ് ജിഹാദ് പോലെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. പൗരത്വ ഭേദഗതി വിഷയം ക്രൈസ്തവ സഭകളെ നേരിട്ട് ബാധിക്കുന്നതല്ല എന്ന് പറയുന്നു. പക്ഷേ ഈ രണ്ട് സഭാ നേതൃത്വത്തിൽപ്പെട്ടവരും ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്ന കാര്യത്തിൽ ഇത് ഒരുമിച്ചുള്ള ഒരു യാത്രയാണ് എന്ന് പറയുന്നു. നാം മാത്രമല്ല എന്ന തിരിച്ചറിവ് ഉണ്ടാകണം. നമ്മെപ്പോലെ തുല്യവേദന അനുഭവിക്കുന്ന സഹോദരങ്ങൾക്കൊപ്പം യാത്ര ചെയ്യേണ്ടതാണ്. പൗരത്വ നിയമ ഭേദഗതി പോലുള്ള നിയമനിർമ്മാണത്തിന്റെ ലക്ഷ്യമിടുന്ന സങ്കുചിത ചിന്താഗതികളെ ചെറുത്ത് തോൽപ്പിക്കേണ്ടതാണ്. തങ്ങളുടെ പ്രശ്നം മാത്രമല്ല, നമുക്കൊപ്പമുള്ളവരുടെ പ്രശ്നവും അറിയണം. അത്തരം സങ്കുചിത ചിന്താഗതികളെ നമ്മൾ ഒരുമിച്ച് നേരിടണം എന്ന് പറയുന്നു. ഭരണഘടന എന്നത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ 2 സഭാ നേതൃത്വത്തിന്റെയും വക്താക്കൾ അവർ സംസാരിക്കുന്നത് എന്നതുകൂടി ഓർക്കണം. ഈ ദുഃഖവെള്ളി പോലെയുള്ള ഒരു സന്ദേശത്തിൽ, അങ്ങനെ ഒരു സന്ദേശത്തിൽ പറയേണ്ടതിലും എത്രയോ അധികം തവണ ഈ രാജ്യത്തെ ഭരണഘടന അത് ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന അവകാശം എന്താണ് എന്ന് ആവർത്തിച്ച് പറയുകയാണ് അവർ. ശ്രീ കൃഷ്ണദാസ്, വിഷയത്തെ ഒന്ന് ടോട്ടലായി എടുത്താൽ, ബഹുമാനപ്പെട്ട പിതാക്കന്മാർ നടത്തിയിട്ടുള്ള അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ നേരത്തെയും പാലാ ബിഷപ്പിനെ സംബന്ധിച്ചാണെങ്കിലും നേരത്തെ പ്രത്യേകിച്ച് വയനാട് ജില്ലയിൽ നിന്ന്, കോഴിക്കോട് ജില്ലയിൽ നിന്ന് എല്ലാം ഉയർന്നു വന്നിട്ടുള്ള ചില പ്രതിഷേധങ്ങളും ശബ്ദങ്ങളും എല്ലാം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. നമുക്കൊരു സമകാലിക വിഷയം ഉണ്ടാകുമ്പോൾ ഈ പൗരത്വ നിയമ ഭേദഗതി വിഷയം എന്ന് പറയുന്നത് ഒരു സമകാലിക വിഷയമാണ്. ആ സമകാലിക വിഷയം നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ എല്ലാ വിഭാഗം ആളുകളും അവരവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും. അത് പ്രതിഷേധമായി രേഖപ്പെടുത്തുന്നവരുണ്ട്, അഭിപ്രായമായി രേഖപ്പെടുത്തുന്നവരുണ്ട്, അവരുടേതായിട്ടുള്ള ആശങ്കകൾ പങ്കുവെക്കുന്നവരുണ്ട്. ഈ തരത്തിലുള്ള പല അഭിപ്രായങ്ങളുണ്ടാവും. ഞാൻ മനസ്സിലാക്കുന്നത് പിതാക്കന്മാർ നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ അവരുടെ ആശങ്കയുമല്ല, അവരുടെ പ്രതിഷേധവുമല്ല, മറിച്ച് അവരുടെ ഒരു അഭിപ്രായ പ്രകടനം മാത്രമാണ്. എല്ലാ അഭിപ്രായ പ്രകടനങ്ങളും സമൂഹത്തിൽ ഉയർന്നു വരും. അങ്ങനെ നടത്തപ്പെടുന്ന അഭിപ്രായ പ്രകടനങ്ങൾ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടും. അങ്ങനെ ചർച്ച ചെയ്യപ്പെടട്ടെ എന്ന്, അതിൽ ആർക്കാണ് വിരോധമുള്ളത്? ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ ഫാദർ ആന്റണി വടക്കേക്കര കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സിറോ മലബാർ സഭാ വക്താവാണ്. ഫാദർ ആന്റണി വടക്കേക്കര, ഇവിടെ പീഡാനുഭവ സ്മരണയിലൂടെ ക്രൈസ്തവ വിഭാഗം കടന്നു പോവുകയാണ്. ദുഃഖവെള്ളി ആചരിക്കുന്നു. അതിൻ്റെ സന്ദേശത്തിലാണ് സഭാ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകുന്നത്. ഈ പരാമർശങ്ങൾ അല്ലെങ്കിൽ ഈ സന്ദേശങ്ങൾ ഈ അവസരത്തിൽ ഉണ്ടാകേണ്ടുന്നതിൻ്റെ സാഹചര്യം എന്താണ് എന്നതാണ് താങ്കൾ കാണുന്നത്? എത്രമാത്രം ഗൗരവമാണ് ഇങ്ങനെ ഒരു അവസരത്തിൽ ഈ സന്ദേശം നൽകുന്നതിലൂടെ ഉയർത്തിക്കാണിക്കുന്നത്? ആദ്യമേ തന്നെ ഈ ചർച്ചയിൽ എനിക്ക് പറയാനുള്ളത്, ജനാധിപത്യത്തിൽ തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയും പ്രായപൂർത്തിയായ എല്ലാവരും വോട്ടവകാശം വിനിയോഗിക്കണമെന്നുള്ള ഒരു നിലപാട് അറിയിക്കട്ടെ. സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യമാർ റാഫേൽ തട്ടിൽ പിതാവ്
കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി തൻ്റെ പ്രസംഗങ്ങളിലും പത്രക്കാർ ചോദിച്ചപ്പോൾ പ്രതികരണങ്ങളിലും പറഞ്ഞ കാര്യമാണ്. ഞാനും അത് ആവർത്തിക്കുന്നു. തീർച്ചയായും ഇതെല്ലാ പ്രായപൂർത്തിയായ പൗരന്മാരുടെയും അവകാശമാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ ആരും വീഴ്ച വരുത്താതിരിക്കണമെന്നുള്ളതാണ് ഒന്നാമതായി പറയാനുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, സഭ ഒരു കാലത്തും രാഷ്ട്രീയപരമായ നിലപാടുകൾ എടുക്കുകയോ തീരുമാനങ്ങൾ പൊതുസമൂഹത്തിൽ പ്രഖ്യാപിക്കുകയോ ചെയ്യുന്ന ഒരു പതിവ് സഭയ്ക്ക് ഇല്ല എന്നുള്ളത്. അത് സീറോ മലബാർ സഭയ്ക്ക് മാത്രമല്ല, കത്തോലിക്ക സഭയ്ക്ക് പൊതുവിലും അപ്രകാരം ഒരു നിലപാട് പ്രഖ്യാപിക്കുന്ന ഒരു രീതിയില്ല. അത് തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമെന്നല്ല, ഒരു കാലത്തും തിരഞ്ഞെടുപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും അപ്രകാരമുള്ള രീതികളൊന്നുമില്ല. മറിച്ച് ജനാധിപത്യവും അതുപോലെ തന്നെ ഭരണഘടനയും ഉറപ്പ് നൽകുന്ന മതേതരത്വവും ഭരണഘടനയുടെ മൂല്യങ്ങളും ഫെഡറലിസവും മറ്റും നിലനിൽക്കണമെന്നുള്ള ആഗ്രഹമാണ് സഭയുടെ പിതാക്കന്മാർ, സഭാ നേതൃത്വം ഈ ദിവസങ്ങളിൽ പല സ്ഥലങ്ങളിലായി പല രീതികളിൽ പ്രഖ്യാപിച്ചത്, അറിയിച്ചത്. അത് സുചിന്തിതമായ അഭിപ്രായമാണ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കണമെന്നുള്ളതും അതുപോലെ തന്നെ ജനാധിപത്യപരമായ രീതിയിലുള്ള തിരഞ്ഞെടുപ്പും ഗവൺമെൻറ് രൂപീകരണങ്ങളും തുടർന്നുള്ള ജനക്ഷേമപരമായ പ്രവർത്തനങ്ങളും നടക്കണമെന്നുള്ളത് തന്നെയാണ് സഭ എന്നും ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അതിപ്പോഴും ഞങ്ങൾ ആവർത്തിക്കുകയാണ്. അതല്ലാതെ രാഷ്ട്രീയപരമായി ഇപ്രകാരമുള്ള പ്രസ്താവനകളെ വളച്ചൊടിക്കുന്നത് ശരിയല്ല. എല്ലാ കാലത്തും എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ബഹുമാനത്തോടും ആദരവോടും കൂടെ മാത്രമേ സഭയും സഭാ നേതൃത്വവും പ്രതികരിച്ചിട്ടുള്ളൂ. ആര് സഭാ ആസ്ഥാനങ്ങളിലേക്ക് വന്നാലും അവരെ ഞങ്ങൾ സ്വീകരിക്കാറുണ്ട് എന്ന് മാത്രമല്ല, അവരോടൊക്കെ വളരെ കൃത്യമായ ശാന്തമായ സൗഹൃദപരമായ സംഭാഷണങ്ങൾ നടത്തുന്നതും സഭയുടെ സഭാപിതാക്കന്മാരുടെ രീതികളാണ്. അതുകൊണ്ട് തന്നെയും ഇപ്രകാരമുള്ള പ്രസ്താവനകളെയോ സന്ദർശനങ്ങളെയോ ഒന്നും രാഷ്ട്രീയപരമായി കാണരുത് എന്നുള്ള ഒരു അഭിപ്രായം ഞാൻ ആദ്യമേ തന്നെ മുൻപോട്ട് വെക്കട്ടെ. മറിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ജനക്ഷേമകരമായ വികസനോന്മുഖമായ പ്രവർത്തനങ്ങൾ നടക്കണം, അപ്രകാരമുള്ള ചർച്ചകൾ ഉണ്ടാവട്ടെ. അതായിരിക്കും കൂടുതൽ കരണീയമെന്നാണ് ഞാൻ കരുതുന്നത്. ജനങ്ങളെ വിഭജിക്കുന്ന വിഘടനവാദപരമായ സംഭവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കണമെന്നുള്ളത് തന്നെയാണ് എപ്പോഴും സഭയും സഭാ നേതൃത്വവും ആവശ്യപ്പെട്ടിരിക്കുന്നത്, താല്പര്യപ്പെടുന്നത്. അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ സംസാരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ജനങ്ങളും പൊതുസമൂഹവും എപ്രകാരമാണോ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും എന്തൊക്കെയാണോ അപ്രകാരമുള്ള പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒക്കെ ജനാധിപത്യ ഗവൺമെൻറ്റുകൾ, സർക്കാരുകൾ കൃത്യമായ തരത്തിലുള്ള നിയമപരമായ പരിരക്ഷ നൽകണമെന്നും പ്രശ്നങ്ങളിൽ ഇടപെടണമെന്നും അതുവഴിയായി കാര്യങ്ങൾക്ക് ക്രമീകരണങ്ങൾ ഉണ്ടാകണമെന്നുമാണ് സഭയും സഭാ നേതൃത്വവും പറയുന്നത്. ഇതിനെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടേണ്ട കാര്യമില്ല. തിരഞ്ഞെടുപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും സഭയെന്നും ജനപക്ഷത്താണ്, ജനങ്ങളോടുകൂടെയാണ്, ജനങ്ങളുടെ ആവശ്യങ്ങളാണ് എന്നും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നതും സംസാരിച്ചു കൊണ്ടിരുന്നതും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ രാഷ്ട്രീയപരമായ തീരുമാനങ്ങൾ നിങ്ങൾ ചോദിക്കുന്നതിൽ അർത്ഥമില്ല. സഭ ഒരു കാലത്തും രാഷ്ട്രീയപരമായ തീരുമാനങ്ങൾ പറയുകയോ നിലപാടുകൾ എടുക്കുകയോ ചെയ്യുന്ന രീതിയല്ല. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ തീരുമാനങ്ങൾ എടുക്കുന്ന അപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുന്ന ഏതൊരു പ്രസ്ഥാനത്തെയും, അതുപോലെ തന്നെ ഇവിടെ രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമല്ല, വ്യക്തികളും കാൻഡിഡേറ്റ്സ് ആയിട്ട് വരുന്ന വ്യക്തികളുടെയും ട്രാക്ക് റെക്കോർഡുകൾ, അവരിതുവരെയും ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അവയൊക്കെ പരിഗണിച്ചായിരിക്കും വിശ്വാസികളും പൊതുസമൂഹവും വോട്ട് ചെയ്യുക എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഈ ഇപ്രകാരമുള്ള പിതാക്കന്മാരുടെ പ്രസ്താവനകളെ രാഷ്ട്രീയപരമായ വലിച്ചുകളിലേക്കും വിവാദങ്ങളിലേക്കും കൊണ്ടുപോകേണ്ടതില്ല. ഇവിടെ സഭയ്ക്ക് രാഷ്ട്രീയമില്ല, അത് താങ്കൾ ആവർത്തിച്ച് സൂചിപ്പിച്ചുവല്ലോ. പക്ഷേ ഫാദർ ഇവിടെ ഉപകാരപ്രദമാകണം. ശരി ഫാദർ, ഇവിടെ മണിപ്പൂരിലും ഉത്തരേന്ത്യയിലും ക്രൈസ്തവർ അതിക്രമം നേരിടുന്നു എന്ന കാര്യം സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. അങ്ങനെ ഒരു അരക്ഷിത ബോധം ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ടോ രാജ്യത്ത്? ഏതെങ്കിലും ഒരു ഭൂപ്രദേശം എന്ന് മാത്രമല്ല, കുറച്ച് കാലങ്ങളായി സഭാമക്കൾ, വിശ്വാസികൾ, കത്തോലിക്കരും ക്രൈസ്തവരുമായ മനുഷ്യർ പലയിടങ്ങളിലായി പലതരത്തിലുള്ള ആക്രമണങ്ങൾക്ക് വിധേയരാകുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് പത്രമാധ്യമങ്ങളിലൂടെയും നിങ്ങളുടെ തന്നെ ന്യൂസ് 18 അടക്കമുള്ള ചാനലുകളിലൂടെയും ഇപ്രകാരമുള്ള വാർത്തകൾ പല ആവർത്തി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. കത്തോലിക്ക തിരുസഭ എന്നും വിശ്വാസം പ്രചരിപ്പിക്കുന്നതോടൊപ്പം തന്നെ
ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു വസ്തുതയാണല്ലോ. പ്രധാനമായും ഞങ്ങളുടെ ആശങ്ക എന്ന് പറയുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും അതുപോലെ തന്നെ ആതുരാലയങ്ങളെയും ആക്രമിക്കുന്ന തരത്തിലും മനുഷ്യർ വിശ്വാസികൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്ന ദേവാലയങ്ങൾ ആക്രമിക്കുന്ന തരത്തിലും അതുപോലെ തന്നെ വിശ്വാസികളെ കയ്യേറ്റം ചെയ്യുന്ന തരത്തിലേക്കും ചിലയിടങ്ങളിലൊക്കെ വളരെ ദാരുണമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഓരോ സ്ഥല സംബന്ധമായോ അല്ലെങ്കിൽ ഒരു ഭൂപ്രദേശത്തോ മാത്രമോ നടക്കുന്നത് എന്നല്ല പറയുന്നത്, മറിച്ച് പലയിടങ്ങളിലും ഇപ്രകാരമുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അവയ്ക്കൊക്കെ പരിഹാരമുണ്ടാകേണ്ടതുണ്ട്, സത്വരമായി നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. അത് നിയമപാലകരാകട്ടെ, കോടതികളാകട്ടെ, ഇവയൊക്കെ നിയന്ത്രിക്കുന്ന സർക്കാരുകളാകട്ടെ, അവരൊക്കെയും കൃത്യമായ ഇടപെടലുകൾ നടത്തണമെന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് എവിടെയൊക്കെയാണ് ആക്രമണങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിശ്വാസികളും ദേവാലയങ്ങളും അതുപോലെ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഹോസ്പിറ്റൽ തുടങ്ങിയ ആതുര സേവന മേഖലകളും ആക്രമിക്കപ്പെടുന്നു എന്നുള്ളത് ഉളവാക്കുന്ന കാര്യമാണ്. പക്ഷേ താങ്കൾ അത് സ്പെസിഫിക്കായി ഏതെങ്കിലും ഒരു ഭൂപ്രദേശം പറയുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ ആയാലും ഫാദർ തോമസ് തറയിലായാലും അത് കൃത്യമായി മണിപ്പൂരും ഉത്തരേന്ത്യയും എന്ന് എടുത്തു പറഞ്ഞു തന്നെയുള്ള വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അത് ചൂണ്ടിക്കാണിക്കാതെ തരമില്ല എന്ന ഒരു സാഹചര്യമുണ്ട്. ഫാദർ, ഇവിടെ പൗരത്വ ഭേദഗതി വിഷയം വന്നാൽ അത് ക്രൈസ്തവരെ, ഇതിനോടകം നമ്മുടെ ചർച്ചയിൽ BJP പ്രതിനിധി ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയ കാര്യം, അത് ക്രൈസ്തവരെ നേരിട്ട് ബാധിക്കുന്ന വിഷയമല്ല എന്ന കാര്യം ചൂണ്ടിക്കാട്ടുന്നു. അപ്പോൾ പോലും നമുക്കൊപ്പം ഉള്ളവരുടെ ബുദ്ധിമുട്ട് എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം, അതിലെ നിഗൂഢതകൾ തിരിച്ചറിയണം എന്ന കാര്യം ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടു. അപ്പോൾ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്ക അല്ലെങ്കിൽ അവർക്കൊപ്പം നിൽക്കണം എന്ന ഒരു തോന്നൽ, അതിന്റെ അടിസ്ഥാനം എന്താണ്? രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം പ്രധാനമായും ആദ്യം ചോദിച്ച ചോദ്യത്തിനുള്ള ക്ലാരിഫിക്കേഷനാണ്. തിരുവനന്തപുരം ലത്തീൻ രൂപതയുടെ അഭിവന്ദ്യ പിതാവ് തോമസ് ജെ നെറ്റോ പിതാവും അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി സീറോ മലബാർ സഭയുടെ അതിരൂപതയുടെ സഹായമെത്രാൻ അഭിവന്ദ്യ മാർ തോമസ് തറയിൽ പിതാവും സംസാരിച്ച കാര്യങ്ങൾ കൃത്യമായി ചില ഭൂപ്രദേശങ്ങളെ പറയുന്നത് അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ പരിഹരിക്കണമെന്നുള്ള ആഗ്രഹത്തോടും സർക്കാരുകൾക്ക് മുമ്പിൽ നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണ്. അതിനെ രാഷ്ട്രീയപരമായ തലത്തിലേക്ക് നമ്മൾ വലിച്ചിഴക്കേണ്ടതില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. രണ്ടാമത്തെ കാര്യം, ഇപ്പോഴത്തെ ചോദ്യം പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഇത് ക്രൈസ്തവർക്ക് അല്ലെങ്കിൽ കത്തോലിക്കർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതല്ല ഇവിടെ വിഷയം. എല്ലാവരും ഇന്ത്യൻ പൗരന്മാരാണ് എന്ന ബോധത്തോടുകൂടെ ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവർക്കും സുരക്ഷിതമായി ഇന്ത്യയിൽ കഴിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. നമ്മളെല്ലാവരും ഇന്ത്യൻ പൗരന്മാരാണ്, ഇവിടെ ജനിച്ചു വളർന്ന മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെയും പൗരത്വം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ആർക്കും ഉണ്ടാകരുത് എന്നുള്ളത് തന്നെയാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഈ പറയുന്ന പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും പുറത്തു വന്ന് പഠന വിധേയമാക്കി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുമ്പോൾ തീർച്ചയായും ഏതൊക്കെ സമൂഹങ്ങൾക്കാണോ സമുദായങ്ങൾക്കാണോ ആശങ്കകളുള്ളത് അവരവരുടെ ആശങ്കകൾ പറയുക എന്നുള്ളതും സ്വാഭാവികമായി നടക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ പക്ഷം ചേരുകയല്ല, മറിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സാർവദേശികമായ ഒരു അന്തരീക്ഷം ഭാരതത്തിൽ എക്കാലത്തും ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ എല്ലാവർക്കും ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതും അത് മുൻപോട്ടും ഇതിനേക്കാൾ ഭംഗിയായി ഉണ്ടാകണമെന്നുള്ളതുമാണ്. ആർക്കുമൊപ്പം പക്ഷം ചേരുകയല്ല, ഇതിൽ രാഷ്ട്രീയമില്ല. പക്ഷേ തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാട്ടും, തിരുത്തേണ്ടത് തിരുത്താമെന്നാവശ്യപ്പെടും. അങ്ങനെയാണോ നിങ്ങൾ ഈ സന്ദേശത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ കാണുന്നത്? നിലവിൽ വിവിധ സഭാപിതാക്കന്മാർ മുന്നോട്ട് വെച്ച അഭിപ്രായ പ്രകടനങ്ങളുമായി ബന്ധപ്പെട്ട് സഭയുടെ ഔദ്യോഗിക നിലപാട് സഭയുടെ ഔദ്യോഗിക വക്താവ് തന്നെ പറഞ്ഞു പോകുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഇതിനകത്ത് കാണുന്നത് വിവിധ പിതാക്കന്മാർ ഉന്നയിച്ച വിഷയങ്ങൾക്കകത്തെ ഗൗരവകരമായിട്ടുള്ള ചില സംഭവങ്ങളെ സംബന്ധിച്ചാണ്. നമുക്കറിയാം,
ഇപ്പൊ നേരത്തെ BJP-യുടെ പ്രതിനിധി പലതും പറഞ്ഞുപോയി. ബഹുഭൂരിപക്ഷം സമയവും അദ്ദേഹം ഉപയോഗിച്ചത് ഒരുപാട് പൊള്ളത്തരങ്ങൾ ആവർത്തിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അദ്ദേഹം ഇത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് സഭാപിതാക്കന്മാർ പറഞ്ഞത് എന്നടക്കം പറഞ്ഞു പോകുന്ന നിലയുണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മുൻപിൽ നമുക്കറിയാം, ഇത് 2024 ഇന്ത്യ എത്തി നിൽക്കുമ്പോൾ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ പ്രതിസന്ധികളെ സംബന്ധിച്ച് വലിയ മതന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ ഉൾപ്പെടെ വലിയ തോതിൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ അനുഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ഈ ഘട്ടത്തിൽ നമ്മൾ ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തും മണിപ്പൂരിൽ നിന്നും കലാപം ഒടുങ്ങിയിട്ടില്ല. ഇന്നും അവിടെ മനുഷ്യർ ജീവൻ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ്. ഈ വസ്തുതകളൊക്കെ നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോഴാണ് ഈ നിലയിലുള്ള അല്ലെങ്കിൽ ഈ ഗൗരവകരമായിട്ടുള്ള വിഷയം നമ്മുടെയൊക്കെ മുൻപിലേക്ക് ചർച്ചയ്ക്ക് വരുന്നത് എന്നുള്ളതാണ്. ഇത് ദുഃഖവെള്ളിയുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പെട്ട ചില അഭിപ്രായ പ്രകടനങ്ങളല്ല. ഇപ്പോ ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം 7-ാം തീയതി കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ CBCI പുറത്തിറക്കിയ പത്രക്കുറിപ്പിനകത്ത് ഈ മേൽപ്പറഞ്ഞ വിഷയങ്ങളൊക്കെ പ്രതിപാദിച്ച് പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം ഉൾപ്പെടെ മാധ്യമങ്ങളിലൂടെ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള കണക്കുകളൊക്കെ രാജ്യം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോ നേരത്തെ അവതാരകയടക്കം സൂചിപ്പിച്ചതുപോലെ 2014 നിന്നും 2023 എത്തുമ്പോൾ ഈ രാജ്യത്ത് ജീവിക്കുന്ന ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കെതിരെ നടക്കുന്ന ആക്രമണം 5 ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 2014 147 ആക്രമണങ്ങളായിരുന്നു രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ ഉണ്ടായിരുന്നത് എങ്കിൽ 2023 എത്തുമ്പോൾ അതിന്റെ എണ്ണം 720 വർദ്ധിക്കപ്പെട്ടു എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പൊ അത് ഇപ്പൊ 2023 മാത്രം ഏറ്റവും അധികം ആളുകൾ അവർ ഇന്ന മതത്തിൽ വിശ്വസിച്ചു എന്നുള്ളതിന്റെ പേരിൽ അല്ലെങ്കിൽ അവരുടെ വിശ്വാസം പ്രചരിപ്പിക്കുന്നതിനുള്ള അവകാശം ഭരണഘടന നൽകുന്നുണ്ട്. ആ അവകാശം വിനിയോഗിച്ചു എന്നുള്ളതിന്റെ പേരിൽ ആക്രമിക്കപ്പെട്ടതിന്റെ നിരവധി അനുഭവങ്ങൾ നമ്മുടെ മുൻപിൽ കാണാൻ വേണ്ടി കഴിയും. ഇപ്പൊ മണിപ്പൂരിന് പുറത്ത് ഉത്തർപ്രദേശിൽ മാത്രം 287 അക്രമ സംഭവങ്ങളാണ് 2023 രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. ഛത്തീസ്ഗഡിൽ 148, ജാർഖണ്ഡിൽ 49, ഹരിയാനയിൽ 47, മധ്യപ്രദേശിൽ 35. അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ അതിക്രൂരമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടാകും. ഇതിന് പല അക്രമ സംഭവങ്ങളുടെയും രൂപം, അതിന്റെ രീതി പരിശോധിക്കുമ്പോൾ നമുക്ക് ഞെട്ടിക്കുന്ന നിലയിലേക്കുള്ള വിവരങ്ങൾ ലഭ്യമാകും. വിവിധ ദേശീയ മാധ്യമ റിപ്പോർട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ട് പൊതുകിണർ ജാർഖണ്ഡിലെ പൊതുകിണർ ക്രൈസ്തവ മതവിശ്വാസികൾക്ക് ഉപയോഗിക്കാൻ അനുവദിക്കില്ല, അവിടെ നിന്ന് വെള്ളം എടുക്കാൻ അനുവദിക്കില്ല എന്ന നിലയിലേക്കുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലേ? ഈ കാലയളവിൽ ഈ 2023 റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. മരണപ്പെട്ട ക്രൈസ്തവ മതവിശ്വാസികൾക്ക് അവരുടെ മതാചാര പ്രകാരമായിട്ടുള്ള ശവസംസ്കാരം പോലും നിഷേധിച്ചതിന്റെ അനുഭവങ്ങളും വാർത്തകളും നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്നത്. ഇപ്പൊ 2024 നമ്മളിപ്പോ ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കും. 2024 പിറന്നിട്ട് 3 മാസം പൂർത്തിയാകുന്നേ ഉള്ളൂ. ഈ 3 മാസത്തിനിടയിൽ ഈ മാർച്ച് 21-ാം തീയതി UCF പുറത്തുവിട്ട പ്രസ് റിലീസ്, ആ പ്രസ് റിലീസിനകത്ത് പറയുന്നത് ജനുവരി മാസം 70 അക്രമ സംഭവങ്ങളാണ് ഈ രാജ്യത്തെ ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് നേരെ ഉണ്ടായിട്ടുള്ളത്. ഫെബ്രുവരിയിൽ 62, മാർച്ച് മാസം 15 എത്തുമ്പോഴേക്കും 29, ഈ മാർച്ച് മാസത്തിന്റെ പകുതിയോളം 29 ആക്രമണങ്ങൾ നടന്നു. ഈ നിലയിൽ ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നുണ്ട് എന്നുള്ള വസ്തുത നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെയാണ് മണിപ്പൂരിനകത്ത് അല്ലെങ്കിൽ മതപരമായി ആ സംസ്ഥാനത്തെ മനുഷ്യരെ ഭിന്നിപ്പിച്ചുകൊണ്ട് മനുഷ്യർക്കിടയിൽ വർഗീയതയുടെ, വിദ്വേഷത്തിന്റെ, വെറുപ്പിന്റെ ആശയങ്ങൾ കുത്തി നിറച്ച് മനുഷ്യനെ പരസ്പരം വെട്ടിക്കീറുന്നതിന് വേണ്ടിയിട്ട് ഭരണകൂടം തന്നെ ഒത്താശ ചെയ്തതിന്റെ അനുഭവം നമ്മുടെ മുൻപിൽ. 100 കണക്കിന് മനുഷ്യർ മണിപ്പൂരിന്റെ തെരുവിൽ മരിച്ചു വീണതിന്റെ അനുഭവം നമ്മുടെ മുൻപിലില്ലേ? 1000 കണക്കിന് മനുഷ്യർ അതിക്രൂരമാംവിധം, മാരകമാംവിധം പരിക്കേറ്റതിന്റെ, 100 കണക്കിന് ദേവാലയങ്ങൾ തകർക്കപ്പെട്ടതിന്റെ ഒക്കെ അനുഭവങ്ങളും പശ്ചാത്തലം നമ്മുടെ മുൻപിലുണ്ട്. മണിപ്പൂരിന്റെ തെരുവിലൂടെ വിവസ്ത്രരാക്കപ്പെട്ട അതാണ് സാഹചര്യം എന്നത് ചൂണ്ടിക്കാട്ടുകയാണ്. വളരെ ഗൗരവമുള്ള വിമർശനങ്ങളാണ് സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അത്തരം വിമർശനങ്ങളിലേക്ക് എത്തിയ സാഹചര്യം എന്ത് എന്നതാണ് ആശ ഇവിടെ വിശദീകരിച്ചത്. ഞാൻ മറ്റ് അതിഥികളിലേക്ക് എത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ വസന്ത്, തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരം പരാമർശങ്ങൾ സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പുകളിൽ ഒരു നിർണായക ശക്തിയാണ് മതന്യൂനപക്ഷങ്ങൾ. ഇവിടെ 18.38% വോട്ട് ക്രൈസ്തവ വിഭാഗത്തെ സംബന്ധിച്ചുണ്ട്. നിങ്ങളുടെ ഏറ്റവും ഉറച്ച വോട്ടുകളായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്തായി അതിൽ വലിയ ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. തുടർ ഭരണം പോലും അതിന്റെ ഒരു ഉദാഹരണമായിരുന്നു. ഇവിടെ ഇപ്പോൾ
അവസരത്തിൽ സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും വരുന്ന ഈ വിമർശനങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിൽ നിങ്ങൾക്ക് ആഗ്രഹിക്കാനോ ആശിക്കാനോ എന്തെങ്കിലും വകയുണ്ടോ? അല്ല, ശ്രീ രേണു, അതാത് കാലങ്ങളിൽ വിവിധ വിഷയങ്ങളിൽ പ്രത്യേകിച്ച് KCBC സർക്കുലറുകൾ പുറപ്പെടുവിക്കാറുണ്ട്, അവർ നിലപാട് സ്വീകരിക്കാറുണ്ട്. കേരളത്തിലെ മദ്യനയവുമായി ബന്ധപ്പെട്ട് വിവിധ ബാറുകൾ തുറക്കുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എത്രയോ വിഷയങ്ങളിൽ അവർ നിലപാടെടുത്തിട്ടുണ്ട്. UDF ഗവൺമെന്റിനെ വിമർശിച്ചിട്ടുണ്ട്, LDF ഗവൺമെന്റിനെ വിമർശിക്കാറുണ്ട്. പക്ഷേ ഇന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും ലാഭേച്ഛ എന്നതിനപ്പുറത്ത് രാജ്യത്തെ നഗ്നമായ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യങ്ങളെ കണ്ടില്ല എന്ന് നടിക്കാൻ തൽക്കാലം നല്ല കോൺഗ്രസിനാവില്ല. വളരെ കൃത്യമാണല്ലോ. ഇതിനു മുമ്പ് തൃശ്ശൂർ അതിരൂപതയുടെ, ഇപ്പൊ നമ്മൾ ഇത് ചർച്ച ചെയ്യുമ്പോൾ തൃശ്ശൂർ അതിരൂപതയുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു 2 മാസം മുമ്പത്തെ സർക്കുലർ ഉണ്ട്. അതായത് മണിപ്പൂരിൽ സംരക്ഷണം നൽകാൻ സാധിക്കാത്തവർ എങ്ങനെ തൃശ്ശൂരിന് സംരക്ഷണം നൽകും എന്ന് തൃശ്ശൂർ അതിരൂപതയുടെ മുഖപത്രം ചോദിക്കുന്നുണ്ട്. വളരെ കൃത്യമായ നിലപാട് സഭാ നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. രാജ്യത്തൊട്ടുക്കും മണിപ്പൂർ അടക്കം, ഇപ്പോ ആർഷോ പറഞ്ഞത് കണക്കുകൾ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, രാജ്യത്ത് മണിപ്പൂരിൽ മാത്രമല്ല, ജാർഖണ്ഡിൽ, ഉത്തർപ്രദേശിൽ, വിവിധ സംസ്ഥാനങ്ങളിൽ അവിടുത്തെ മിഷണറിമാരുമായി ബന്ധപ്പെട്ട്, ആ മിഷണറിമാർ നടത്തുന്ന വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട്, അവിടുത്തെ ആതുര ശുശ്രൂഷ സേവന കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കുന്ന ആക്രമണങ്ങൾക്ക് കയ്യും കണക്കുമില്ല. റെയിൽവേ സ്റ്റേഷനിൽ കന്യാസ്ത്രീമാർ ആക്രമിക്കപ്പെടുന്നതിന്റെ വീഡിയോ നമ്മൾ കാണുന്നില്ലേ പ്രതിദിനം? വിവിധ ആതുര സേവന ആലയങ്ങളിലേക്ക്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് സംഘപരിവാറിന്റെ, അതിന് പേര് വ്യത്യാസം ഉണ്ടാവും. ചിലർക്ക് വാനര സേനയാണ്, ചിലർക്ക് ഹനുമാൻ സേനയാണ്, ചിലർക്ക് മറ്റു സേനയാണ്. പേരിൽ മാത്രമാണ് വ്യത്യാസം, ആശയത്തിൽ അവരെ ബാക്കപ്പ് ചെയ്യുന്ന ഓർഗനൈസേഷനിൽ മാറ്റമില്ല. മാതാവിന്റെ അടക്കം രൂപങ്ങൾ, ക്രിസ്ത്യാനികൾ വളരെ ഭക്തിയോടുകൂടി വലിയ ആദരവോടുകൂടി കാണുന്ന വിശുദ്ധരുടെ രൂപങ്ങളൊക്കെ തച്ചു തകർക്കുന്നത് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് സ്ഥിരമായിരിക്കുന്നു. നോക്കൂ, നരേന്ദ്രമോദി ഡൽഹിയിൽ അവിടുത്തെ സഭാധ്യക്ഷന്മാരുടെ കൂടെ വിരുന്നു കഴിച്ചാൽ ഈ ഉത്തരേന്ത്യയിലെ പ്രശ്നങ്ങൾ തീരുമോ? അല്ലെങ്കിൽ മണിപ്പൂരിലെ ഉണങ്ങാത്ത കലാപം ഉണങ്ങുമോ? ഇപ്പൊ കേരളത്തിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 6 തവണയാണ്ട് വന്നു കഴിഞ്ഞു. വിവിധ നേതാക്കളെ കാണുന്നു, സഭാ നേതൃത്വമായി കമ്മ്യൂണിക്കേഷൻ നടത്താൻ നോക്കുന്നു. പക്ഷേ ഒരിക്കൽ പോലും മണിപ്പൂരിലേക്ക് പോയില്ല, മണിപ്പൂരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രതികരിച്ചിട്ടില്ല. അവിടെ ഒരു ജവാന്റെ ഭാര്യയെ തന്നെ മാനഭംഗത്തിന് ഇരയാക്കിയിട്ട് സംസാരം അദ്ദേഹത്തിന് ലവലേശമുണ്ടായിട്ടില്ല. സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ഭാര്യയും കുട്ടിയും വളരെ നഗ്നയായി റോഡിലൂടെ ഇതേ സംഘപരിവാരം നടത്തിച്ചിട്ട് ഇവർക്ക് മിണ്ടാൻ സാധിച്ചിട്ടില്ല. ഇപ്പൊ രാമക്ഷേത്രമാണല്ലോ ഏറ്റവും വലിയ വിഷയം. അതിലേക്ക് പോകും മുമ്പ് ശ്രീ പി കൃഷ്ണദാസ്, ഇവിടെ മതന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഒരു അരക്ഷിത ബോധമുണ്ട്. അവർ ആക്രമിക്കപ്പെടുന്നു തുടർച്ചയായി, അതിൽ പ്രവർത്തിക്കേണ്ട ഭരണകൂടം ഇടപെടുന്നില്ല എന്ന ഒരു ചിന്ത അവരെ ദുഃഖിപ്പിക്കുന്നുണ്ട്. അതൊന്നും അഡ്രസ് ചെയ്യാതെ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ മതമേലധ്യക്ഷന്മാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയതുകൊണ്ടോ പ്രധാനമന്ത്രിയുടെ സന്ദേശവുമായി ഇവിടെ BJP നേതാക്കൾ അരമന കയറിയിറങ്ങിയിട്ടോ കാര്യമുണ്ടോ? രേണുക, നമ്മളിതിൽ കാണേണ്ടത് കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും പ്രതിനിധികളെ സംബന്ധിച്ച് അവർക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നൊരു അഭിപ്രായ പ്രകടനം, അതെല്ലാ വിഷയത്തിലും ഈ രാജ്യത്ത് എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ ഭരണഘടനാപരമായ അവകാശങ്ങളുള്ളതുപോലെ തന്നെ സഭ എല്ലാ കാലത്തും, കോൺഗ്രസിന്റെ പ്രതിനിധി സൂചിപ്പിച്ചത് കൃത്യമായിട്ടുള്ള ഒരു കാര്യമാണത്, സഭ എല്ലാ കാലത്തും അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ എല്ലാ സഭകളും രാജ്യത്തുണ്ടാകുന്ന ലോകത്തുണ്ടാകുന്ന പ്രത്യേകമായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് അവരുടെ ആശങ്കകൾ പങ്കുവെക്കാറുണ്ട്, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബഹുമാനപ്പെട്ട ഫാദർ ആന്റണി അദ്ദേഹത്തോട് ഞാൻ ഈ അവസരത്തിൽ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഈ പാനലിൽ ഇരിക്കുമ്പോൾ നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നത്? ഇന്ന് നടന്ന പ്രസ്താവനയെ സംബന്ധിച്ച് അദ്ദേഹം അതിന്റെ രാഷ്ട്രീയപരമായ ഏതെങ്കിലും ഒരു ഭാഗം പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പാനലിൽ ഇരിക്കുന്ന എല്ലാവരും, കോൺഗ്രസിന്റെ പ്രതിനിധിയും CPM-ന്റെ പ്രതിനിധിയും എല്ലാം മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പ്രസ്താവന ഉണ്ടാക്കുമെന്നാണ്. പക്ഷെ വളരെ കൃത്യമായി അവധാനതയോടുകൂടി അദ്ദേഹം എന്താണ് സഭ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞതോടുകൂടി അവിടെ ഒരു ചർച്ചയ്ക്ക് തന്നെ സാധ്യതയില്ലാതെയായിരിക്കാൻ അതിന്റെ പ്രധാനപ്പെട്ട കാരണം, നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്ന എല്ലാ വിഷയങ്ങളിലും സഭകൾ അഭിപ്രായം പറയാറുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾ അഭിപ്രായം പറയാറുണ്ട്. ഇപ്പോൾ മണിപ്പൂർ വിഷയം വന്നതിന് ശേഷം അവിടെ ഉണ്ടായിട്ടുള്ള വിഷയത്തിൽ എത്ര ഘട്ടങ്ങളിലായി ബഹുമാനപ്പെട്ട രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും പ്രധാനമന്ത്രിയും സഭാ നേതൃത്വങ്ങളുമായി ഡൽഹിയിലും മറ്റു സ്ഥലങ്ങളിലുമെല്ലാം ചർച്ചകൾ നടത്തുകയും അവിടെ എന്തെങ്കിലും പരാതികളോ പ്രശ്നങ്ങളോ
തെറ്റിദ്ധരിപ്പിക്കരുത്. ഇല്ല ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. വേണ്ട അതൊന്നും വേണ്ട, ഞാൻ പാർലമെന്റിന്റെ ചോദ്യത്തിൽ എന്റെ ഭാഗം ഞാൻ പൂർത്തിയാക്കിക്കോളാം. ആ സമയം അതൊന്നും വേണ്ട നിങ്ങളുടെ സമയത്ത് നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, അതൊന്നും വേണ്ട. എന്റെ സമയത്ത് ഞാൻ പറഞ്ഞോളാം. എന്റെ സമയത്ത് ഞാൻ പറഞ്ഞോളാം, അതൊന്നും വേണ്ട. അത്ര തർക്കത്തിന് ആവശ്യം നമുക്കില്ല. അല്ലെന്ന് വേണ്ട അതിനകത്ത് ഇടപെടണ്ടെന്ന്. എന്തിനാണ് ഇതിന്റെ ആവശ്യമില്ലല്ലോ, ഞാൻ പറഞ്ഞോളാം. എവിടെയാണ് എന്റെ ഭാഗം പറയാൻ എനിക്കറിയാലോ, എനിക്ക് സപ്പോർട്ടിന്റെ ആവശ്യമില്ല. ശരി, വസന്ത് പറയുന്നത് ഇവിടെ വ്യക്തമാകുന്നുമില്ല. താങ്കൾ ഇടപെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ അത് ഇവിടെ വ്യക്തമായി കേൾക്കാൻ കഴിയുന്നില്ല. എന്തായാലും അദ്ദേഹം പൂർത്തിയാക്കട്ടെ. സമയത്ത് ഇടപെട്ടാൽ ഞാൻ ബാക്കിയുള്ളവരുടെയും ഇടപെടും. അതിന്റെ ആവശ്യമില്ലാന്നേ ഞാൻ പറഞ്ഞോളൂ. ശരി പറഞ്ഞോളൂ, എന്റെ ഭാഗം പറയാൻ അറിയാമല്ലോ. പറഞ്ഞോളൂ. രാജ്യത്തുണ്ടാകുന്ന വിഷയങ്ങളിൽ അവർ അഭിപ്രായം പറയുന്നതിൽ സ്വാഗതം ചെയ്യുന്നവരാണ് ഞങ്ങൾ. ഒരു തർക്കവും ആ കാര്യത്തിലില്ല. ഇതൊരു അഭിപ്രായ പ്രകടനമല്ല ശ്രീ കൃഷ്ണദാസ് പക്ഷേ ഉണ്ടായത്. അതൊരു രൂക്ഷ വിമർശനം എന്ന നിലയിൽ തന്നെയായിരുന്നു. ന്യൂനപക്ഷങ്ങൾ അതിക്രമം നേരിടുന്നു എന്ന് പറയുമ്പോൾ അതൊരു അഭിപ്രായമാണോ? അവരുടെ അവസ്ഥ പറയുകയാണ്. അവരുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം ഇല്ല എന്ന ഒരു അവസ്ഥ പറയുകയാണ്. അതെങ്ങനെയാണ് ഒരു അഭിപ്രായ പ്രകടനമായി താങ്കൾക്ക് തോന്നുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. ഫാദർ ഇവിടെ വിശദീകരിച്ചപ്പോഴും തെറ്റ് ചൂണ്ടിക്കാട്ടുന്നു എന്നാണ് പറഞ്ഞത്. രേണുക, അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഏതെങ്കിലും വിഭാഗങ്ങൾക്ക് ഏതെങ്കിലും ആശങ്കകൾ ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അവർക്ക് പരാതികൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന അതാത് വിഭാഗങ്ങളുമായാണല്ലോ. മണിപ്പൂർ വിഷയത്തിന് ശേഷം നിങ്ങൾ പറയുന്ന ഈ മണിപ്പൂർ വിഷയത്തിന് ശേഷം പ്രധാനമന്ത്രി എത്രയോ ഘട്ടങ്ങളിൽ അവരുടെ പിതാക്കന്മാരുമായി കാണുന്ന സാഹചര്യമുണ്ടായി. BJPയുടെ എത്രയോ നേതാക്കന്മാർ അവരുമായി കാണുന്ന സാഹചര്യമുണ്ടായി. അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയാണല്ലോ. ആ അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പരിഹരിക്കാനുള്ള നടപടികളുമായാണല്ലോ. ഫാദർ ആന്റണി വടക്കേക്കര, അക്കാര്യം ഇന്ന് ഈ സഭാ നേതൃത്വവും സൂചിപ്പിക്കുകയുണ്ടായി. വിശദമായ ചർച്ചകളിലൂടെ സംയമനത്തിന്റെ പാതയിലൂടെ വേണം ഇതിനൊക്കെ പരിഹാരം കാണുക എന്നത്. രാഷ്ട്രീയമില്ല എന്ന് താങ്കളും പറയുന്നു. ഇവിടെ എത്നിക് വയലൻസ് ആണ് മണിപ്പൂരിലേത് എന്നത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഇന്ന് വി മുരളീധരനും പറഞ്ഞത് അത്തരം ആശങ്കകൾ ഏതെങ്കിലും ക്രൈസ്തവ സമൂഹത്തിനുണ്ട് എന്നത് എനിക്കറിയില്ല, അങ്ങനെയുള്ള സാഹചര്യമില്ല എന്നത് കേന്ദ്രമന്ത്രി കൂടിയായ വി മുരളീധരൻ, ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥി കൂടിയായ വി മുരളീധരനും ചൂണ്ടിക്കാട്ടുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടണം എന്നതിനപ്പുറം ഏതെങ്കിലും തരത്തിലുള്ള സന്ദേശമോ മറുപടിയോ ഉണ്ടാകണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ആഹ്വാനമോ ഒന്നുമല്ല ഇന്നുണ്ടായത് എന്ന നിലപാട് കൂടിയുണ്ടോ? അതുകൂടി വ്യക്തമാക്കാനാണോ താങ്കളും ശ്രമിക്കുന്നത്? രേണുക, ഇതുമായി ബന്ധപ്പെട്ട് ക്രിയാത്മകമായ വിമർശനങ്ങൾ എല്ലാ കാലത്തും സഭയും സഭാ നേതൃത്വവും ഉയർത്തിയിട്ടുണ്ട്. സഭ എന്നും ഒരു ധാർമ്മിക ശക്തിയായി പൊതുസമൂഹത്തിൽ നിലനിന്നിട്ടുമുണ്ട് എന്ന കാര്യം ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെയും അത് പരിശുദ്ധ മാർപ്പാപ്പയാകട്ടെ, സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പുമാരാകട്ടെ, കർദിനാളന്മാരാകട്ടെ, മറ്റ് സഭാവിഭാഗങ്ങളുടെ നേതാക്കന്മാരാകട്ടെ, എല്ലാവരും കാലാകാലങ്ങളിൽ പൊതുസമൂഹത്തിൻ്റെ ആവശ്യങ്ങളെ മുൻപോട്ട് വയ്ക്കുകയും ഏതെങ്കിലും തരത്തിലുള്ള മോശപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ തിരുത്തപ്പെടണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ക്രിയാത്മകമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നത് കാലാകാലങ്ങളിൽ നടന്നു വന്ന ഛിദ്രശക്തികൾക്കെതിരെ നിലപാട് സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കണം എന്ന് ബിഷപ്പ് തോമസ് ജെ നെറ്റോ പറഞ്ഞതിലൂടെ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഛിദ്രശക്തികൾക്കെതിരെയുള്ള നിലപാട് എന്ന് പറയുമ്പോൾ ആ നിലപാട് എങ്ങനെയാണ് എടുക്കേണ്ടത്? ആ നിലപാട് എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത്? ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് BJPയുടെ പ്രതിനിധിയായി പങ്കെടുക്കുന്ന ശ്രീ കൃഷ്ണദാസിന്റെ അഭിനന്ദനങ്ങൾക്ക് നന്ദി. മറിച്ച് ഇതൊരു അഭിനന്ദനത്തിന് വേണ്ടിയുള്ള പ്രസ്താവനകളല്ല നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറിച്ച് കോൺഗ്രസിന്റെ പ്രതിനിധിയായ ശ്രീ വസന്തും അതുപോലെ CPMന് വേണ്ടി ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിക്കുന്ന ശ്രീ ആർഷോയും ക്രൈസ്തവരും കത്തോലിക്കരും നേരിടുന്ന ആക്രമണങ്ങളെക്കുറിച്ച് കൃത്യമായ കണക്കുകൾ വിവരിച്ചുകൊണ്ട് തന്നെ വ്യക്തമാക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ആശങ്കകൾ തീർച്ചയായും ഉണ്ട്. ആശങ്കകൾ ദൂരീകരിക്കപ്പെടേണ്ടതുണ്ട്. അതിനുവേണ്ടി ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെന്റുകൾ, സർക്കാരുകൾ സത്വരമായി ഇടപെടുക എന്നുള്ളത് എല്ലാ കാലത്തും സഭ ഉന്നയിച്ചിട്ടുള്ള ആവശ്യമാണ്. ഞാനൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യ സ്വതന്ത്രയായപ്പോൾ അന്നത്തെ രാഷ്ട്രശില്പികൾ ഈ രാജ്യത്തെ ഒരു മതേതര രാഷ്ട്രമായിട്ടാണ് പ്രഖ്യാപിച്ചത്. എന്നാൽ എന്ന് വെച്ചാൽ ഇന്ത്യ ഒരു മത അധിഷ്ഠിത രാഷ്ട്രമല്ല. അതുപോലെ മതനിരാസവും ഇന്ത്യൻ പൗരന്മാരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല. മറിച്ച് ഏത് മതത്തിലും വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള അവകാശം ഇന്ത്യയുടെ ഭരണഘടനയും രാഷ്ട്രശില്പികളും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും രാജ്യം ഭരിക്കുന്നവർ ഏതെങ്കിലും ഒരു മതത്തോട്
താല്പര്യം കൂടുതൽ കാണിക്കുകയോ മറ്റു മതവിഭാഗങ്ങളെ സ്വന്തമല്ല എന്ന രീതിയിൽ കാണുകയോ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നത് തന്നെയാണ് സഭ എല്ലാ കാലവും പറഞ്ഞുകൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, എല്ലാവരും ഏകോദര സഹോദരന്മാരായി ജീവിക്കുന്ന ഒരു ഭാരതം നാളിതുവരെ എങ്ങനെയാണോ നിലനിന്നത് അതുപോലെ തന്നെ മുൻപോട്ട് പോകണം. അതിലേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ഛിദ്രശക്തികൾ പ്രവർത്തിക്കുമ്പോൾ, വിഭാഗീയമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ, വിഘടനവാദങ്ങൾ മുൻപോട്ട് വരുമ്പോൾ സഭ ഒരു തിരുത്തൽ ശക്തിയായി എന്നും ഉണ്ടായിരുന്നു. അത് ഈ കാലങ്ങളിലും, അത് അഭിവന്യ നെറ്റോ പിതാവിന്റെ പ്രസ്താവനയായാലും ശരി, അതല്ലെങ്കിൽ അഭിവന്യ തോമസ് തറയിൽ പിതാവിന്റെ പ്രസ്താവനയായാലും ശരി, ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നതും സഭ ഒരു ധാർമ്മിക ശക്തിയായി പൊതുസമൂഹത്തിൽ എന്നും നിലനിൽക്കുമെന്നും അതുകൊണ്ട് ഇപ്രകാരമുള്ള വിഘടന പ്രവർത്തനങ്ങൾ ദയവ് ചെയ്ത് വ്യക്തികളുടെയോ സമുദായങ്ങളുടെയോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയോ ഭാഗത്ത് നിന്ന് കേവലം തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ ലാഭം മാത്രം മുൻപിൽ വെച്ചുകൊണ്ട് ഉണ്ടാകാൻ പാടില്ല. ഇത് സുസ്ഥിരമായ ഒരു ജനാധിപത്യ രാഷ്ട്രമായി നിലനിൽക്കുക എന്നുള്ള ആവശ്യമാണ് എല്ലാ കാലത്തും സഭ മുൻപോട്ട് വെച്ചിരിക്കുന്ന അഭിപ്രായം എന്ന് പറയുക. എങ്ങനെയാണ് ഈ നിലപാട് ഛിദ്രശക്തികൾക്കെതിരെ സ്വീകരിക്കേണ്ടത് എന്നത് താങ്കൾ വ്യക്തമാക്കുന്നില്ല. മാത്രവുമല്ല, നമ്മുടെ അഭിപ്രായങ്ങൾ വ്യക്തമായി പ്രകടിപ്പിക്കാൻ കഴിയണം എന്നത് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് ആ അഭിപ്രായങ്ങൾ വ്യക്തമായി ഈ ഘട്ടത്തിൽ പ്രകടിപ്പിക്കേണ്ടത് എന്നതും താങ്കൾ പറയുന്നില്ല, അത് സൂചിപ്പിക്കുന്നില്ല എന്നതുകൂടി ഞാൻ പറയുകയാണ്. ഒരു ഘട്ടത്തിൽ ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ പി എം ആർഷോ, ഇവിടെ രേണുക അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് ഇതാണ്. ജനാധിപത്യ രാഷ്ട്രത്തിൽ വോട്ടവകാശമാണ് ഒരു പൗരന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയും അത് കൃത്യമായി നിർവഹിക്കപ്പെടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ സഭാധ്യക്ഷനായ അഭിവന്ധ്യ മാർ റാഫേൽ തട്ടിൽ പിതാവ് എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ അതിൽ നിന്നും വ്യക്തമാണ് കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട്. കാരണം നമ്മുടെ പൗരന്മാരെന്ന് പറയുക രാഷ്ട്രീയ ബോധമുള്ള, നമ്മുടെ രാജ്യത്തെ സാഹചര്യം ഇതാണ്. ഫാദർ എന്നെ കേൾക്കാമല്ലോ? ഇവിടെ നമ്മുടെ രാജ്യത്തെ സാഹചര്യം ഇതാണ്. നമ്മൾ പലയിടങ്ങളിലും അതിക്രമം നേരിടുകയാണ്, ഭരണഘടന വെല്ലുവിളി നേരിടുന്നു എന്ന് പറഞ്ഞിട്ട് അതിൽ നിങ്ങളുടെ അവകാശം വിനിയോഗിക്കൂ എന്ന് കൂടി പറയുമ്പോൾ അതിൽ രാഷ്ട്രീയമില്ല എന്ന് എങ്ങനെ പറയാനാകും? അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരുപക്ഷെ 10-20 വർഷങ്ങൾക്ക് മുൻപ് ഏതെങ്കിലും മതാധ്യക്ഷന്മാർ പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തികൾ ധാരാളം ഒരുപക്ഷെ പൊതുസമൂഹത്തിലും രാഷ്ട്രീയ മണ്ഡലങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ ഇന്ന് സിറ്റുവേഷൻ വളരെ ഡിഫറൻ്റ് ആണ്. അതിനെയും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൽപ്പിക്കുന്നതനുസരിച്ച് വോട്ട് ചെയ്യുന്ന രീതിയൊക്കെ മാറിക്കഴിഞ്ഞു രേണുക. അതുകൊണ്ട് തന്നെയും വ്യക്തികളുടെ, കാൻഡിഡേറ്റ്സിന്റെ, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ മെറിറ്റ് നോക്കി, അവരുടെ ട്രാക്ക് റെക്കോർഡ് നോക്കി, അവരെത്രമാത്രം ജനങ്ങൾക്ക് വേണ്ടി സമയം വിനിയോഗിക്കുന്നു, ജനങ്ങളുടെ ആവശ്യങ്ങൾ പാർലമെന്റിലായാലും നിയമസഭയിലായാലും തിരഞ്ഞെടുക്കപ്പെടുന്ന ബോഡികളിൽ അവർ ഉപയോഗിക്കുന്നു, അവരെത്രമാത്രം അങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ ശക്തമായി പ്രസ്താവനകൾ നടത്തി നിയമനിർമ്മാണത്തിന് വേണ്ടി ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികൾ എടുക്കുന്ന പ്രത്യയശാസ്ത്രപരമായ നിലപാടുകളും പ്രധാനമാണ്. തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഒന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതിയല്ല, മറിച്ച് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി പ്രവർത്തിക്കാൻ സാധിക്കുന്ന വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും വ്യക്തമാണ്. ശ്രീ പി എം ആർഷോ, ഇവിടെ അദ്ദേഹം സൂചിപ്പിക്കുന്നു പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം, റബ്ബറിന്റെ വില പ്രകടന പത്രികയിൽ 250 പറഞ്ഞിട്ട് അത് കിട്ടിയിട്ടില്ല എന്ന ആക്ഷേപം ക്രൈസ്തവ സഭയുടെ ഭാഗത്ത് നിന്ന് പലപ്പോഴായി ഉയർന്നു കേട്ടിട്ടുണ്ട്. അത് സംസ്ഥാന സർക്കാരിനെ ഉദ്ദേശിച്ചുള്ളതാണ്. ഇതിപ്പോൾ വന്യമൃഗശല്യം വളരെ രൂക്ഷമാണ് നമ്മുടെ നാട്ടിൽ. ഇന്നും പലയിടങ്ങളിലും അക്രമ സംഭവങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കൃത്യമായ നടപടികളുമായി സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. വലിയ ആശങ്ക മലയോര മേഖലയെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു തിരുത്ത് പറയുമ്പോൾ തന്നെ അതിൽ ആനുകൂല്യം ആർക്കായിരിക്കും എന്ന ഒരു ചോദ്യമുണ്ട്. അവിടെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ചില പോരായ്മകൾ ചൂണ്ടിക്കാട്ടാനുണ്ട് എന്നത് കൂടിയാണ് ഈ പ്രകടന പത്രികയുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ശ്രീ ആർഷോ. രേണുക, ഞാനൊരു കാര്യം കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തിരിച്ചറിയേണ്ടത് ഇപ്പോഴാണ് കൃത്യമായ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു ചർച്ചയിലേക്ക് വന്നതെന്ന് ഞാൻ കരുതുകയാണ്. കാരണം തുടർച്ചയായ വന്യമൃഗ ആക്രമണങ്ങൾ
കണ്ണുനീര് തോരുന്നില്ല. ഓരോ ദിവസവും ഇപ്രകാരം വനാതിർത്തികളിലും അതുപോലെ തന്നെ മലയോര മേഖലകളിലും ജീവിക്കുന്ന ആൾക്കാർക്ക് ശാന്തമായി കിടന്നുറങ്ങാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ബന്ധപ്പെട്ട സർക്കാരുകളും പ്രത്യേകിച്ച് വനം വകുപ്പും നിഷ്ക്രിയത്വം പാലിക്കുന്നു എന്നുള്ള ആക്ഷേപം തീർച്ചയായും ഞങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ രേണുക ചൂണ്ടിക്കാണിച്ചതുപോലെ കാർഷിക വിളകളുടെ വിലയിടിവ് എന്ന് പറയുന്നത് വലിയ പ്രശ്നമായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് റബ്ബറിന്റെ എന്ന് മാത്രമോ അല്ലെങ്കിൽ നെല്ലിൻ്റെതെന്ന് മാത്രമോ അല്ല, എല്ലാ കൃഷി കാര്യങ്ങൾക്കും നാണ്യവിളകൾക്കും കൃത്യമായ താങ്ങുവില ഉറപ്പാക്കുകയും അത് കർഷകർക്ക് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം അതായത് ഗവൺമെന്റുകൾ സ്വീകരിക്കേണ്ടതാണ്. ഇപ്രകാരമുള്ള ക്രിയാത്മകമായ ചർച്ചകളാണ് നടക്കേണ്ടത് എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട് നേരത്തെ ബിജെപിയുടെ പ്രതിനിധി പറഞ്ഞു പോയ ചർച്ചകളായി സൂചിപ്പിച്ചു പോയ 1-2 കാര്യത്തിനകത്ത് മറുപടി പറഞ്ഞതിന് ശേഷം മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം. അദ്ദേഹത്തിന്റെ പ്രകടനത്തിനിടയിൽ സൂചിപ്പിച്ചു തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതിന് മറുപടി പറയാണല്ലോ. പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ക്രൈസ്തവർക്ക് പ്രശ്നമൊന്നുമില്ല, അതുകൊണ്ട് അതിനകത്ത് എന്തുകൊണ്ട് ആകുലപ്പെടുന്നു എന്നുള്ള നിലയിലേക്കുള്ള ഒരു പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിഷയം അത് ഇന്ത്യയുടെ ഭരണഘടനയ്ക്കെതിരാണ് എന്നുള്ളതാണ്. ഭരണഘടന മുന്നോട്ട് വെക്കുന്ന നിരപേക്ഷതയ്ക്കെതിരാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട മനുഷ്യരും ഈ രാജ്യത്തിന്റെ ഭരണഘടനയും ഇന്ത്യയും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യരും അതിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗവും സമരത്തിന്റെ ഭാഗവും എന്നുള്ളതിനകത്ത് തർക്കമില്ല. മറ്റൊന്ന് അതായത് സൂചിപ്പിച്ചു മണിപ്പൂരിൽ കലാപമുണ്ടായി, മണിപ്പൂരിലെ വംശഹത്യ ഉണ്ടായി. അതിനുശേഷം രാജ്യത്തെ പ്രധാനപ്പെട്ട സഭാധ്യക്ഷന്മാരെ ഒരുമിച്ചിരുത്തി പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ആ വിഷയം ചർച്ച ചെയ്തു. അത് വിഷയത്തിനകത്ത് ഇടപെട്ടു, അല്ലെങ്കിൽ അവരോട് സംസാരിച്ചു, ചായ കുടിച്ചു പിരിഞ്ഞു എന്നുള്ള നിലയ്ക്ക് അല്ല, വളരെ തെറ്റാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മണിപ്പൂരിനകത്ത് ഉണ്ടായ വംശഹത്യ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരിടപെടൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഇത്രയും നാളുകൾക്കിടയിൽ മണിപ്പൂരിനകത്ത് വംശഹത്യ അവസാനിക്കുന്ന നിലയുണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. ഈ ഘട്ടത്തിൽ ആക്രമണം തുറന്നുകൊണ്ടിരിക്കല്ലേ. ഈ ഘട്ടത്തിലൊന്നും അത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നടത്താതെ എങ്ങനെ ആ കലാപത്തിൽ നിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്യും എന്നുള്ളതിനെ സംബന്ധിച്ച് മാത്രമാണ് ഈ രാജ്യത്തെ കേന്ദ്ര ഗവൺമെന്റ് ഉൾപ്പെടെ മണിപ്പൂർ സംസ്ഥാന ഗവൺമെന്റ് ഉൾപ്പെടെ സ്വീകരിച്ചിട്ടുള്ള നിലപാട് എന്നുള്ളത് നമ്മുടെ മുൻപിലുള്ള ഒന്നാണ്. ഇനി ഇവർ തിരുത്തുമെന്നുള്ള പ്രതീക്ഷയാണ്. 2024 പ്രത്യേകത എന്താ? 2024 ഗ്രഹാം സ്റ്റെയിനും 2 കുട്ടികളും ഈ രാജ്യത്ത് ചുട്ടരിക്കപ്പെട്ടിട്ട് 25 വർഷം പൂർത്തിയായ കൊല്ലാണ് 2024. ഈ 25 വർഷത്തിനിടയിൽ തിരുത്തുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ടോ? അത് തെറ്റായിരുന്നു. ഗ്രഹാം സ്റ്റെയിൻ ഉൾപ്പെടെ ഗ്രഹാം സ്റ്റെയിന്റെ 6 വയസ്സും 10 വയസ്സും പ്രായമുള്ള 2 കുട്ടികളെയും ചുട്ടുകൊന്നത് ഈ രാജ്യത്ത് തെറ്റായി പോയി എന്ന് അംഗീകരിക്കുന്നതിന് വേണ്ടി തിരുത്തുന്നതിന് വേണ്ടി തയ്യാറായ ഒരു സംവിധാനമാണോ സംഘപരിവാർ? അല്ല. കാലയളവിലാണല്ലോ, മാസങ്ങൾക്ക് മുൻപല്ലേ ഫാദർ സ്റ്റാൻ സ്വാമി ഈ രാജ്യത്ത് തടവറയ്ക്കകത്ത് കടന്ന് തന്റെ ജീവൻ എറിഞ്ഞു കൊടുക്കേണ്ടി വന്നത്. ഈ നിലയിൽ ഈ രാജ്യത്ത് ഇന്ത്യയുടെ പ്രത്യേകത വൈവിധ്യങ്ങളെ മുഴുവൻ അംഗീകരിക്കുന്നതും ഏറ്റവും ഇൻക്ലൂസീവായി മുന്നോട്ട് പോകുന്നതുമാണ് ഇന്ത്യയുടെ പാരമ്പര്യവും. അങ്ങനെയാണ് ഇന്ത്യ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ിരിക്കുമ്പോ തീർച്ചയായും ഈ ദിവസങ്ങളിലൊക്കെ വന്യമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയിട്ടുള്ള ചർച്ചകളിലൊക്കെ ആവർത്തിച്ച് ഇടതുപക്ഷം അതിന്റെ നിലപാട് വ്യക്തമാക്കി പോയിട്ടുള്ളതാണ്. രാജ്യത്ത് നിലനിൽക്കുന്ന വന നിയമങ്ങൾക്കകത്ത് വരുത്തേണ്ട ഭേദഗതികളെ സംബന്ധിച്ചും അത് അടിയന്തരമായി ഉണ്ടാകേണ്ടുന്നതിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ ആവർത്തിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരുന്നതല്ലേ. മറ്റ് കാർഷിക മേഖല ഉൾപ്പെടെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ റബ്ബറിനുൾപ്പെടെ താങ്ങുവില നിശ്ചയിക്കുന്ന നിലയിലേക്ക് പരിഹാരമില്ല എന്ന കാര്യമാണ് ചർച്ച ചെയ്യുന്നു എങ്കിലും അതിന് പരിഹാരമില്ല എന്നൊരു കാര്യമാണല്ലോ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. അതിൽ പരിഹാരമില്ല എന്നുള്ളതാണ്. ശ്രീ പി കൃഷ്ണദാസ്, നിങ്ങൾ വലിയ രീതിയിൽ ക്രൈസ്തവ വിഭാഗത്തോട് അടുക്കുന്നു എന്ന ഒരു തോന്നൽ അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അദ്ദേഹം തന്നെ പറഞ്ഞു വെച്ചതാണല്ലോ. ശ്രീ പി കൃഷ്ണദാസ്, ഇവിടെ നിങ്ങൾ ക്രൈസ്തവ വിഭാഗവുമായി അടുക്കുന്നു എന്ന ഒരു സാധ്യതയും സാഹചര്യവും ഒക്കെ ആയിരുന്നു ഇവിടെ ചർച്ചാ വിഷയം. പക്ഷേ അത് ഇതോടുകൂടി അവസാനിക്കുന്നു എന്ന് വേണമോ നമ്മൾ കരുതാൻ? നിങ്ങൾക്ക് 2 കേന്ദ്രമന്ത്രിമാർ മത്സരിക്കുന്ന 2 മണ്ഡലങ്ങൾ, തിരുവനന്തപുരം ആറ്റിങ്ങലും ഒപ്പം നിങ്ങൾ ഏറ്റവും പ്രതീക്ഷ വെക്കുന്ന തൃശ്ശൂരും ഒക്കെ ക്രൈസ്തവ വോട്ടുകൾ വളരെ നിർണായകമാണ്. രേണുക, അത് അവസാനിക്കുകയല്ല, അത് കൂടുതൽ നിർബന്ധിതമായി ഉണ്ടാകാൻ വേണ്ടി പോവുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം സഭ ഉയർത്തിയിട്ടുള്ള അവരുടെ ആശങ്ക, അവരുടെ പരാതി എന്നുള്ള നിലക്ക് തന്നെയാണെങ്കിൽ പോലും
പരിഹരിക്കുന്നതിന്റെ ഏറ്റവും ആദ്യത്തെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ BJPയുടെ ബഹുമാനപ്പെട്ട ആത്മ സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രി ശ്രീ V. മുരളീധരൻ അതിന്റെ പ്രതികരണം പറഞ്ഞില്ലേ? പക്ഷേ സുരേന്ദ്രൻ പറഞ്ഞത് അങ്ങനെയല്ല. സുരേന്ദ്രൻ പറഞ്ഞത് താങ്കൾ കേട്ടു കാണുമല്ലോ. അല്ല, സുരേന്ദ്രൻ പറഞ്ഞത് അതിന്റെ വേറൊരു വെർഷനാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ ആ തരത്തിൽ ഉണ്ടാകുന്ന അക്രമങ്ങളിൽ എന്താ നിലപാട്? ഇസ്രായേലുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ള വിഷയത്തിൽ കേരളത്തിലെ ഗവൺമെന്റിന്റെ നിലപാടെന്തായിരുന്നു? കേരളത്തിൽ അടുത്ത കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഈ തരത്തിൽ ഉണ്ടായിട്ടുള്ള ക്രൈസ്തവ വിഭാഗങ്ങൾക്കെതിരെ നിരവധി സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, കോട്ടയത്തടക്കം, പാലയിലടക്കം, അദ്ദേഹം ഒരു തിരുവനന്തപുരത്ത് തൃശ്ശൂരിലെ അഭിപ്രായം പറഞ്ഞല്ലോ. താമരശ്ശേരിയിലും കോഴിക്കോട്ടും എന്താ പിതാക്കന്മാർ അഭിപ്രായം പറഞ്ഞത്? അഭിപ്രായം പറഞ്ഞത് ആര് പച്ചക്കള്ളം പറഞ്ഞു? നിങ്ങൾ പറയുന്ന പച്ചക്കള്ളങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കാനുള്ളതാണ് ഈ രാജ്യത്തെ ജനങ്ങൾ മുഴുവനും. നിങ്ങൾക്ക് എന്ത് പച്ചക്കള്ളം തോന്നിവാസം പറയാനുള്ളതാണ് ചർച്ചകൾ. നിങ്ങളെന്താ ധരിച്ചിരിക്കുന്ന? എന്ത് പച്ചക്കള്ളം പറഞ്ഞു? ആര് പച്ചക്കള്ളം പറഞ്ഞു? നിങ്ങൾ പച്ചക്കള്ളം പറഞ്ഞു. ജോസഫ് മാരുടെ കൈപറ്റിയ ആളുകളോട് നിങ്ങളുടെ നിലപാടെന്താ? ജോസഫ് മാരുടെ കൈപറ്റിയ ആളുകളോട് കുറിച്ച് പറയുന്നുണ്ടല്ലോ, മണിപ്പൂരിനെ കുറിച്ച് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. കേരളത്തിൽ ഡിവൈഎഫ്ഐക്കാർ കോട്ടയത്ത് പള്ളിക്കുട്ടിയുടെ സംഭവം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? 38 ദിവസം കേസെടുത്തോ? ബാലകൃഷ്ണനെതിരെ നിങ്ങളുടെ സർക്കാരിലെ കേസെടുത്തത്? നിങ്ങൾ കേസെടുത്തോ? പച്ചക്കള്ളം തോന്നിവാസം പറഞ്ഞതിന് ശേഷം, തെറ്റിദ്ധരിപ്പിക്കാൻ ജനങ്ങളോട് വർഷം പറഞ്ഞതിന് ശേഷം അവസാനം ഈരാറ്റുപേട്ടയിലെ വിഷയത്തിൽ ബിജെപിയുടെ അതേ സമീപനം തന്നെയായിരുന്നു മുഖ്യമന്ത്രി ആ വിഷയത്തിൽ എടുത്തത് എന്നതുകൂടി നമ്മൾ കാണണം. എന്തായാലും നമ്മുടെ സമയം അവസാനിക്കുകയാണ്. ശ്രീ വസന്ത്, അവസാനിപ്പിക്കുമ്പോൾ ശ്രീ ആഷു, നമുക്ക് അതിന് ഇനി സമയമില്ല. എന്തായാലും ആക്രമണ സംഭവങ്ങളുടെ കാര്യം നമ്മൾ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചതാണല്ലോ. വളരെ നന്ദി. എന്തായാലും എന്റെ സമയം പൂർണ്ണമായും അവസാനിക്കുന്നത് കൊണ്ടാണ് വളരെയധികം നന്ദി എല്ലാ അതിഥികൾക്കും. എന്തായാലും മനുഷ്യനെ കൊല്ലുന്ന, ഈ നിലയിൽ മനുഷ്യനെ ആക്രമിക്കുന്ന, സ്വസ്ഥമായി ജീവിതം സാധ്യമാക്കാത്ത നിലയിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുചെത്തിച്ച ആളുകളാണ് നിങ്ങൾ. സഭയുടെ ആശങ്ക വോട്ട് മറിക്കുമോ എന്നതായിരുന്നു നമ്മൾ ഇന്ന് പ്രേക്ഷകരോട് ചോദിച്ച ചോദ്യം. ചർച്ച ഓൺലൈനിലൂടെ അഭിപ്രായം രേഖപ്പെടുത്തിയവരിൽ 72% അതെ എന്ന് പറയുന്നു, അല്ല എന്ന് പറയുന്നത് 22% മാത്രം. നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ചത് 6% പേർ. വളരെ നന്ദി എല്ലാ അതിഥികൾക്കും. അന്ത്യചർച്ച പൂർണ്ണമാകുന്നു. നമസ്കാരം.